ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യം. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കുവിൻ. ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് നിരാശയല്ലേ. നിരാശപ്പെട്ട് വേദനിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം ഇന്ന് ഏറി വരികയാണ്. ആരുടെ ജീവിതത്തിലും നമ്മൾ അവരോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അവരൊക്കെ ഒത്തിരി വേദനയിലൂടെ കടന്നു പോവുകയാണ്. ഭയങ്കര നിരാശയും, പ്രാർത്ഥിച്ചിട്ട് ലഭിക്കുന്നില്ല, ജീവിതത്തിലെ പരാജയങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് പല ആത്മഹത്യകൾ പോലും നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ്? നിരാശപ്പെട്ട് ഒരു മാർഗവും ഇല്ലാതാകുമ്പോൾ മനുഷ്യര് ചെയ്തു കൂട്ടുന്നതാണ്. ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന നമ്മോട് വചനത്തിലൂടെ ഈശോ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നിരാശപ്പെടേണ്ട, നിരന്തരം എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാവണം. വിധവയുടെ ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ് ഈശോ ഈ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വിധവ നിരന്തരം ന്യായാധിപനെ ശല്യപ്പെടുത്തിയപ്പോൾ ആ ന്യായാധിപൻ വിധവയ്ക്ക് വേണ്ടി ന്യായം ചെയ്തു കൊടുക്കുന്നു. നിരന്തരമായ ശല്യപ്പെടുത്തൽ മൂലമാണ് ആ വിധവയ്ക്ക് നീതി ലഭിച്ചത്. അതുകൊണ്ട് നിന്റെ ജീവിതത്തില് നീ നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാവണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നിരന്തരമുള്ള പ്രാർത്ഥനയില്ല. ആവശ്യങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, ആവശ്യം കിട്ടുന്നു, ഉപേക്ഷിച്ച് കടന്നു പോകുന്നു. കിട്ടിയില്ല എങ്കിൽ നിരാശപ്പെട്ട് കുറ്റം പറഞ്ഞ് കടന്നു പോകുന്നു. നന്ദി പോലും നമ്മൾ പറയുന്നില്ല. ആവശ്യങ്ങളിൽ മാത്രം തേടേണ്ട ഒരു വ്യക്തിയല്ല എൻ്റെ ദൈവം, മറിച്ച് നിരന്തരം എനിക്ക് എൻ്റെ ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടാവണം. നിരന്തരം നീ പ്രാർത്ഥിക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തില് നിനക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. ആവശ്യങ്ങളിൽ മാത്രം തേടേണ്ട വ്യക്തിയല്ല ദൈവം. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്തേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താ? ആവശ്യമുണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ഒരു സഹനം ഉണ്ടാകുമ്പോൾ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഓടി ദൈവസന്നിധിയിൽ വരും, ദൈവത്തോട് പ്രാർത്ഥിക്കും. ചിലപ്പോൾ നമുക്ക് ആ കാര്യം ലഭിക്കും, ദൈവസന്നിധിയിൽ നിന്ന് കടന്നു പോകും. ചിലപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ ഇതേ ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ട്, വിശ്വാസം തള്ളി പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകും. ആവശ്യങ്ങളിൽ മാത്രം തേടുന്നവരാണ് നമ്മൾ ദൈവത്തെ, അല്ലെ? എന്നാല് ഈശോ പറയുന്നത് എന്താ? ആവശ്യങ്ങളിൽ മാത്രമല്ല, നിരന്തരം എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നീ ആവശ്യപ്പെടുന്ന കാര്യം നിന്റെ ദൈവം നിനക്ക് ചെയ്തു തരും. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ തുടർച്ചയുണ്ടോ? അതോ ആവശ്യങ്ങളിൽ മാത്രം ദൈവത്തെ തേടുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ആണെങ്കിൽ ആ ദുസ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാം. നിരന്തരം എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട്, ആ ദൈവസന്നിധിയിൽ നിന്ന് ശക്തി സ്വീകരിക്കാനായിട്ട്, നിരാശ ജീവിതത്തിൽ നിന്ന് മാറ്റി പ്രത്യാശയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.